ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളുകളായി ഞാൻ എൻ്റെ പഴയ കിച്ചണിലോട്ട് അങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞ് എന്തെന്നാ പറയുക, പഴയതുപോലെ തന്നെ തന്നെ കാണിക്കുന്നില്ല, വീഡിയോ കറക്റ്റായിട്ട് ഇടുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളും അതേപോലെ തന്നെ മടിയും കൊണ്ടാണ് ആവുന്നത് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ഇടാത്തതെന്താണ് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നും. എന്നിരുന്നാലും മടിയാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും ഇടുന്ന പാചകം തന്നെ ഇട്ടാലും മതി, പക്ഷെ അതുപോലെ എനിക്ക് മടിയാണ്. യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഭയങ്കര മടിയായിരിക്കണം. എന്താ കാരണം എന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പഴയതുപോലെ തന്നെ ഇനി കറക്റ്റായിട്ട് വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കാം. അങ്ങോട്ട് കൂടുതലും ഞാനിങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ വീഡിയോ ഇടും. നിങ്ങൾ ഇനി ഇട്ടോ ഇല്ല എന്നുള്ളതൊന്ന് ആമിനാസ് അടുക്കള സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇന്ന് നമ്മൾക്ക് നല്ലൊരു ചെമ്മീൻ കറിയാണ്. അതെന്താ, ചോറിൻ്റെ കൂടെയും നല്ല പത്തിരി, ചപ്പാത്തി, നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ കറിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മക്കൾക്ക് കാണണ്ടേ? അപ്പൊ നേരെ നമുക്ക് പാചകത്തിലോട്ട് കടന്നാലോ. അപ്പൊ അതെ, നമുക്കൊന്ന് ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ച് അപ്പൊ അതെ, ഇവിടെ ഞാനൊരു ചട്ടി വെക്കുന്നുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അവിടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ചട്ടി ഒന്നൊന്ന് ചിറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉലുവിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഇല്ല, ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും ഉലുവൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ്, അപ്പോൾ ഇത്തിരി ഇട്ടിട്ടുള്ളൂ. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലോട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ കനം കുറഞ്ഞ് അതും അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയൊക്കെ പച്ചക്കുത്ത് നല്ല പോലെ ഒന്ന് മാറി വരണം കേട്ടോ. ഇതിലോട്ട് നമ്മൾക്കിത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ സവാളയായിരുന്നു. ഈ സവാള നമ്മൾക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. അത് നമുക്ക് ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കാം. അതും ഇതിൽ നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ ഇനി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് കണ്ടില്ലേ, ഇതൊക്കെ എല്ലാം ഇങ്ങനെ അല്ലിയായിട്ടൊന്ന് വിട്ട് നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. ഇതിലോട്ട് നമുക്ക് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഓരോ അത്രയും നല്ല എരിവുള്ള പച്ചമുളകല്ല കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതിൽ കിടന്ന് വാടി ഒന്നും കൂടി ഒന്ന് ഈ പച്ചമുളകും ഇതിൽ കിടന്ന് ഒന്ന് വാടി വരട്ടെ. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുന്നേ, ഒന്ന് വാടി വരട്ടെ. ഇതിലോട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ചെമ്മീനാണ്. ചെമ്മീൻ അത്യാവശ്യം വലിപ്പമുള്ളതുണ്ട്, വലിപ്പം കുറഞ്ഞതുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് നല്ലപോലെ വൃത്തിയാക്കി, ഇത് ഒരു 3/4 കിലോ ചെമ്മീനായിരുന്നു. ഇത് കിള്ളി വന്നപ്പോൾ അറിയാലോ അത്ര ഉണ്ടാവുള്ളൂ. ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കണം. ചെറുതും വലുതുമായ ചെമ്മീനായിരുന്നു. ഈ ചെമ്മീനും ഇതിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് ആയി വരട്ടെ. ഇതിലോട്ട് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി,
ടേബിൾ സ്പൂണല്ല ഇട്ടിരിക്കുന്നത്, ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി. എല്ലാം ഇതിൽ കിടന്നിട്ട് നല്ലപോലെ യോജിച്ച് വരട്ടെ. ഇതെല്ലാം നല്ലപോലെ യോജിച്ച് വന്നിട്ട് ഇതിൽ കിടന്നിട്ട് ഒന്ന് യോജിച്ച് വരട്ടെ ശരിക്കും. ഇതിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പൊടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പച്ചമാങ്ങയാണ് കേട്ടോ. ഇത് 3 മാങ്ങയാണ്, പക്ഷേ എന്താ പറയുക, ഒത്തിരി വലിയ മാങ്ങ ഇല്ലായിരുന്നു. അത് ഞാൻ ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ യോജിച്ചിട്ട് പിന്നെ അതിലുണ്ടായ മാങ്ങയുടെ ഇതില്ല, മാങ്ങണ്ടി എനിക്കിതുപോലെ ഞാൻ ഒത്തിരി ഇത് ചെത്തിക്കളയാണ്ട് എടുത്തതാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ മാങ്ങണ്ടി ഇതിലിട്ടിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട്. ആ മാങ്ങയുടെ അണ്ടി കൂടി ഞാൻ ഇതിലിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇടണ്ട, ഇതെൻ്റെ ഒരു ഇഷ്ടത്തിന് ഇട്ട് നോക്കട്ടെ. ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുറച്ച് വെള്ളം. ഇനി ഇതിൻ്റെ മാങ്ങയുടെ പുളിയും ഉപ്പും ഒക്കെ ചെമ്മീനിൽ പിടിക്കട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ടിട്ട് നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കണ്ടേ. അപ്പം നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പം അതിന് ഞാൻ മിക്സിയുടെ ജാറും അതിൻ്റെ അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കട്ടെ. അപ്പം ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിലോട്ട് ഞാനിതാണ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ഇതുപോലെ 2ആക്കി നുറുക്കിയതാണ്, അതും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ നല്ലപോലെ ലേശം വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പം ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പം നമ്മൾക്ക് ചെമ്മീൻ എവിടെ വരെ ആയിരുന്നു നോക്കണ്ടേ. നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ അരപ്പ് അരച്ചിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നമുക്ക് ഈ അരച്ചിട്ട് ചെമ്മീൻ കറിയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് ഇത് കുറുകിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ലേശം വെള്ളം ഇത് മിക്സിയുടെ ജാറിലെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മിക്സിയുടെ ജാറിലുണ്ടായ വെള്ളം കൊണ്ടിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ അരപ്പാട് കുറുകിയാട് പോയി കഴിഞ്ഞാൽ പിന്നെ കറി താളിച്ച് ഇതൊക്കെ കഴിഞ്ഞാലും കറിയാണ് കുറുകി ഒട്ടും ഇല്ലാത്ത പോലെ ആക്കിപ്പോവും. അപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല പോലെ തിള വരട്ടെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊന്ന് നമ്മൾ ആദ്യം ഇട്ട് ഉപ്പാണ്, ഒന്നുകൂടി ഉപ്പുണ്ടാവും നോക്കട്ടെ. ഉപ്പ് ലേശം നല്ല പോലെ കുറവുണ്ടേ. അപ്പോൾ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. നല്ല മണമുണ്ട് കേട്ടോ കറിക്ക്, സൂപ്പർ മണമാണ്. കറി നമുക്കിങ്ങനെ തിളച്ച് ചെമ്മീൻ അരപ്പ് ചേർക്കാണ്ട് തന്നെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ല മണം വരുന്നേ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ കറി നമുക്ക് നല്ല പോലെ തിളക്കുന്നുണ്ട് കേട്ടോ. അതെ നോക്കിയേ, കണ്ടില്ലേ, നല്ല പോലെ തിളക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് സിമ്മിലിട്ടിട്ട്, ഞാൻ സിമ്മിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടെ കൊണ്ടുവരട്ടെ. അപ്പോൾ നമ്മൾക്ക് ഗ്യാസ് അവിടെ ഓഫ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഞാനൊരു ചെറിയ ചീനച്ചട്ടി വെക്കണേ. നമ്മുടെ പണ്ടത്തെ കുട്ടി ചീനച്ചട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാനൊന്ന് ഗ്യാസ് ഒന്ന് കത്തിച്ചോട്ടെ. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്.
ആ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിലൊഴിക്കുമ്പോൾ പല ആൾക്കാർക്കും സംശയമുണ്ട്, ഞാൻ കുറേ എണ്ണ ഒഴിക്കുന്ന പോലെ. ഇല്ല കേട്ടോ, കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. ഈ കുണ്ടുള്ള ചീനച്ചട്ടി കുഞ്ഞ് ചട്ടിയാണ്, നമുക്ക് അങ്ങനെ തോന്നണേണ്. ഇതിലോട്ട് ഞാനൊരു പിഞ്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ചുമന്നുള്ളി ഇതുപോലെ കനം കുറഞ്ഞ അരിഞ്ഞതാണ്. ഈ ഉള്ളിയും കൂടി നമുക്ക് ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാനൊരു സ്പൂൺ എടുക്കാൻ വിട്ടുപോയി, അപ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ട് വെച്ചേ. ഇതിലോട്ട് നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കിച്ചണിലോട്ട് വന്നപ്പോൾ മറ്റേതാകുമ്പോൾ എന്നെ കാണിക്കുന്നില്ല, എൻ്റെ കൈ മാത്രമേ കാണുന്നുണ്ടായുള്ളൂ. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഒരു കൺഫ്യൂഷനാണ്. ഇനിയിപ്പോൾ അതൊന്ന് ശരിയായി വരണം. അതിൻ്റെയൊക്കെ എൻ്റെ കൈ പൊള്ളി ഒന്ന് കാണിച്ചു കൊടുത്തതാക്കി കണ്ട എൻ്റെ കൈ ഒന്ന് പൊള്ളിയപ്പോൾ അത്ര അങ്ങോട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ദിവസം ചെല്ലും തോറും ഇത് കറുത്ത് വരുന്നേന്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം, ഈ കറുപ്പ് മാറാൻ എന്താ ചെയ്യാന്ന് കേട്ടാ, കമൻറ്റ് ബോക്സിലിടണേ. അപ്പം ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതിലോട്ട് ഞാനൊരു 2 തണ്ട് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. കറിവേപ്പില എത്ര ഇട്ടാലും എനിക്ക് മതിയാവില്ല കേട്ടോ. കുറവെന്നാണ് എൻ്റെ സംശയം. കറിവേപ്പില പെരട്ടി കളയാനേ നേരമുണ്ടാവുള്ളൂ എൻ്റെ കറിയിൽ നിന്ന്. എന്നാലും കറിവേപ്പില നല്ലതാണ്. ഇത് നമ്മളുടെ വീട്ടിലെ കറിവേപ്പിലയാണ്, കടയിൽ നിന്നുള്ള കറിവേപ്പില ഞാൻ വാങ്ങാറില്ല കേട്ടോ. വീട്ടിലുള്ള കറിവേപ്പില എന്നാണ് ഞാൻ പറിക്കുന്നത്. അപ്പം ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഗ്യാസോട് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഈ കറിയിലോട്ടാണ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്താ മണല്ലേ താക്കാക്കൊന്നും പറയാനില്ലേ, സൂപ്പർ മണമാണ്. മണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഗുണമുണ്ടാ താക്കാക്ക് ഇരുന്ന്. അപ്പൊ നമുക്ക് ഇത് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് കറിയൊന്ന് സൂപ്പറാണോ എന്നൊക്കെ നോക്കാം. ഇളക്കിയിട്ട് ഇളക്കി. അപ്പം ഞാനിവിടെ ഒരു ഇത്തിരി ചോറെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചോറിന് കായ മെഴുക്കുവരട്ടൊക്കെ ഉണ്ട്. അതല്ലാണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ലേശം ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ചെമ്മീനും ഇതിൻ്റെ കൂടെ ഒരു മാങ്ങയുടെ അണ്ടിയും കൂടി. അപ്പോൾ കണ്ടില്ലേ, ചൂടുണ്ട്. ചോറിന് ചൂട് കുറവാണ് കേട്ടോ. അതെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറേ നാളായി ഫുഡൊക്കെ കഴിച്ച് കാണിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കറി മാത്രം കൂട്ടി തന്നെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. താഴെക്കാട് അഭിപ്രായം പറയും. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. വെള്ളമിറക്കിക്കൊണ്ടിരിക്കണേ, വെള്ളം ഇറക്കാനും വേണ്ടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നും പറയാനില്ല കേട്ടോ. അടച്ചോലെ ഓർത്തിട്ട് കൊതിയിടരുതേ, വയറുവേദന എടുക്കാതിരുന്ന ഭാഗ്യം. അപ്പൊ എന്താണേലും എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ഇനി പഴയതുപോലെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ, ലൈക്ക് ഇടാൻ മറക്കരുത്. ആദ്യം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് അത് കണ്ടു തുടങ്ങിക്കോ. അപ്പോൾ ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി പറയുന്നത് നിങ്ങളുടെ സ്വന്തം മാമിന് തത്ത. ഓക്കെ ബൈ, താങ്ക് യു.